KSU ഭീകര സംഘടനയോ പ്രവർത്തകർ ഭീകരരോ? കേരള പോലീസ് മറുപടി പറയണം. അറസ്റ്റ് ചെയ്ത KSU പ്രവർത്തകരെ മുഖംമൂടി അണിയിച്ച് കോടതിയിൽ എത്തിച്ചിരിക്കുകയാണ് കേരള പോലീസ്. സാധാരണ ഭീകരവാദികളെയും കൊടും ക്രിമിനലുകളെയുമാണ് ഇത്തരത്തിൽ മുഖംമൂടി അണിയിക്കാറുള്ളത്. നേതാക്കളോടടക്കം മുഖംമൂടി പ്രയോഗം നടത്തിയ സ്ഥിതിക്ക് ഈ KSU ഭീകര സംഘടനയാണോ എന്നും പ്രവർത്തകർ ഭീകരരാണോ എന്നും വെളിപ്പെടുത്തേണ്ടത് കേരള പോലീസാണ്. ചേലക്കരയിലെ KSU SFI സംഘർഷത്തെ തുടർന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട 3 KSU പ്രവർത്തകരെയാണ് കറുത്ത മുഖംമൂടി വെച്ച് തലമൂടിക്കെട്ടി കോടതിയിൽ ഹാജരാക്കിയത്. തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഗണേഷ്, ജില്ലാ കമ്മിറ്റി അംഗം അല്ലമീൻ, കിള്ളിമംഗലം ആർട്സ് കോളേജ് യൂണിറ്റ് പ്രസിഡന്റ് അസ്ലം KK എന്നിവരെയാണ് മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിലെത്തിച്ചത്. സംഭവത്തിൽ വടക്കാഞ്ചേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പോലീസിനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. വടക്കാഞ്ചേരി SHO ഷാജഹാന് ഷോക്കൌട്ട് നോട്ടീസ് നൽകാനും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അഭിഭാഷകൻ മജിസ്ട്രേറ്റിനെ ഈ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് കോടതി വടക്കാഞ്ചേരി SI ഹുസൈനോട് വിശദീകരണം തേടിയത്. തിരിച്ചറിയൽ പരേഡ് നടത്താനാണ് പ്രതികളെ മുഖംമൂടി ധരിപ്പിച്ചതെന്നായിരുന്നു പോലീസിന്റെ വിശദീകരണം. എന്നാൽ പരാതിക്കാർ FIR-ൽ പേര് രേഖപ്പെടുത്തിയ അതേ പ്രതികളെ തന്നെയാണ് കോടതിയിൽ ഹാജരാക്കിയത് എന്നതിനാൽ എന്ത് തിരിച്ചറിയലാണ് നടത്താനുള്ളതെന്ന കോടതിയുടെ ചോദ്യത്തിന് പോലീസ് ഉദ്യോഗസ്ഥന് വ്യക്തമായ മറുപടി നൽകാനായില്ല. തുടർന്നാണ് SHOയുടെ നടപടിക്കെതിരെ ജില്ലാ പോലീസ് മേധാവിക്കും ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനും റിപ്പോർട്ട് നൽകാനും ഷോക്കൌട്ട് നോട്ടീസ് നൽകാനും കോടതി നിർദ്ദേശിച്ചത്. പ്രതികളെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്തു. കേസിലെ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കും. കോടതിക്ക് പുറത്തും വൻ പ്രതിഷേധമാണ് ഉയരുന്നത്. KSU പ്രവർത്തകരെ മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിലെത്തിച്ച നടപടിക്കെതിരെ കോൺഗ്രസ് തിങ്കളാഴ്ച വടക്കഞ്ചേരി സ്റ്റേഷനിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പേപ്പട്ടിയെ പോലെ പ്രവർത്തിക്കുന്ന പോലീസുകാരെ പേപ്പട്ടിയെ കൈകാര്യം ചെയ്യുന്ന പോലെ കൈകാര്യം ചെയ്യുമെന്ന് DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റ് പ്രതികരിച്ചു. സംഭവത്തിൽ പോലീസിനെതിരെ രൂക്ഷ വിമർശനവുമായി KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറും രംഗത്തെത്തി. കൊടും ക്രിമിനലുകളെ ഹാജരാക്കുന്നത് പോലെയാണ് വിദ്യാർത്ഥി നേതാക്കളെ കോടതിയിൽ ഹാജരാക്കിയതെന്നും മാന്യതയുടെ സകല സീമകളും പോലീസ് ലംഘിക്കുകയാണെന്നും അലോഷ്യസ് സേവ്യർ പറഞ്ഞു. കുന്നംകുളം യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ ക്രൂരമായി മർദ്ദിക്കുന്നതിന് ചുക്കാൻ പിടിച്ച ഷാജഹാനാണ് ഈ കൊള്ളരുതായ്മയ്ക്കും നേതൃത്വം നൽകിയതെന്നും അദ്ദേഹം ആരോപിച്ചു. ആഭ്യന്തരമന്ത്രി കസേരയിൽ എല്ലാ കാലത്തും മൗനിബാബയായ പിണറായി വിജയൻ ഉണ്ടാകുമെന്ന് വടക്കാഞ്ചേരി SHO ഷാജഹാൻ കരുതുന്നതെന്നും കൈകളിൽ വിലങ്ങണിയിച്ച് തലമൂടിക്കെട്ടി KSU പ്രവർത്തകരെ കോടതിയിൽ ഹാജരാക്കിയ SHOയ്ക്ക് നിയമപരമായും രാഷ്ട്രീയപരമായും മറുപടി ഉണ്ടാകുമെന്നും വിഷയത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും അലോഷ്യസ് സേവ്യർ വ്യക്തമാക്കി. ഇതിനിടെ സംഭവത്തിൽ പ്രതികരണവുമായി രാഹുൽ മാങ്കൂട്ടത്തിലും രംഗത്തെത്തി. രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് ശേഷം ഇതാദ്യമായാണ് രാഹുൽ പൊതുവിഷയത്തിൽ പ്രതികരിക്കുന്നത്. ഈ കാഴ്ച കാണുന്ന ഈ പ്രിയപ്പെട്ടവരുടെ കുടുംബങ്ങളുടെ വേദന ഈ നാട് കാണുമെന്നായിരുന്നു രാഹുൽ ഫേസ്ബുക്കിൽ കുറിച്ചത്. ഇതൊരു ഷാജഹാന്റെ നയമല്ലെന്നും മറിച്ച് ഈ സർക്കാരിന്റെ നയമാണെന്നും രാഹുൽ വിമർശിച്ചു. രാഷ്ട്രീയ പകയോടെ ചമയ്ക്കപ്പെട്ട FIR-ലെ വകുപ്പുകൾക്ക് KSU പ്രവർത്തകരുടെ സമരവീര്യത്തെ തകർക്കാനാകില്ലെന്നും രാഹുൽ കുറിച്ചു.